ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാടിൽ UDF. എന്നാൽ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കാതെ ഉരുണ്ടുകളിച്ചാണ് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തിയത്. സർക്കാരിന് ബദലായി ഈ മാസം 22-ന് പന്തളത്ത് ബദൽ വിശ്വാസ സംഗമം നടത്താൻ സംഘപരിവാർ സംഘടനകൾ തീരുമാനിച്ചു. അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസികളെ മുൻനിർത്തി വർഗീയതയെ പ്രതിരോധിക്കും എന്ന് CPIM പ്രഖ്യാപിച്ചു. അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നും അല്ലല്ലോ. രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ, വികസന സദസ്സ്. അത് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന രാഷ്ട്രീയ നിലപാട് തുറന്നു പറയാൻ UDFന് കഴിയുന്നില്ല. സംഗമവുമായി സഹകരിക്കുമെന്ന് NSSും SNDPയും പറഞ്ഞതാണ് UDFന്റെ ഉൾവലിവിന് കാരണം. എങ്കിലും അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയ കാപ്പട്യമെന്നാണ് സതീശൻ വിശേഷിപ്പിച്ചത്. ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ സഹകരിക്കണോ എന്ന് അപ്പോൾ പറയാമെന്നാണ് സതീശന്റെ അഴകുഴമ്പൻ നിലപാട്. ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അത് പിൻവലിക്കുമോ? നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ വരുന്ന പ്രത്യേക അയ്യപ്പ ഭക്തിയാണ് സംഗമത്തിന് പിന്നിലെന്ന് സതീശൻ പറഞ്ഞു. മുൻകൂർ അനുമതി വാങ്ങാതെ തന്നെ കാണാൻ വന്നിട്ട് ദേവസ്വം പ്രസിഡന്റ് മര്യാദക്കെട്ട വിമർശനം ഉയർത്തിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാനിവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ചു വന്നതിന് ഇനിയും കാണാൻ തയ്യാറാണ്. പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത UDFന്റെ അവസ്ഥയെ ദേവസ്വം മന്ത്രി പരിഹസിച്ചു. ശബരിമലയുടെ വികസനത്തിനായി നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് VN വാസവൻ ആവശ്യപ്പെട്ടു. യോജിക്കുന്നവരോടും ഇപ്പൊ വിയോജിപ്പ് പ്രകടിപ്പിച്ചവരും വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. ഇത് അയ്യപ്പ തീർത്ഥാടകരുടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയുള്ള തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യമൊരുക്കുകയും തത്വമസി എന്ന സന്ദേശം ആഗോളതലത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഇത് മാറ്റാൻ വേണ്ടി ഈ വിശ്വമാനവയുടെ സന്ദേശവും പ്രചരിപ്പിക്കുക എന്നത് തന്നെയാണ്. വിശ്വാസികളെ ഒപ്പം നിർത്തി വർഗീയതയെ പ്രതിരോധിക്കാനാണ് അയ്യപ്പ സംഗമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണെന്നും അടഞ്ഞ അധ്യായമല്ലെന്നുമാണ് MV ഗോവിന്ദന്റെ നിർണായക പരാമർശം. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ്, അടഞ്ഞ അധ്യായമാണെന്നല്ല. രണ്ടാണ്. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസി സംഗമം സംഘടിപ്പിച്ച് പ്രതിരോധം തീർക്കാനാണ് സംഘപരിവാർ സംഘടനകളുടെ ശ്രമം. ഈ മാസം 22-ന് പന്തളത്ത് വിശ്വാസ സംഗമം നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി അമിത് ഷായെയോ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയോ എത്തിക്കാനാണ് ശ്രമം. പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ രീതിയിൽ അയ്യപ്പ ഭക്തന്മാരും അയ്യപ്പ വിശ്വാസികളും സനാതന വിശ്വാസികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് നമ്മൾ ആ ഒരു സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ SNDP NSS പിന്തുണ നേരത്തെ ഉറപ്പാക്കി അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിലൂടെ UDF BJP പാളയങ്ങളിൽ വലിയ ആശയക്കുഴപ്പമാണ് LDF വിതച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.